കഥയുടെ തുടക്കത്തിൽ ഒരു കടൽക്കരയിൽ നിന്നും കണ്ണുറക്കുന്ന മാക്സ് എന്ന് പറഞ്ഞ കഥാനായകനെയാണ് കാണിക്കുന്നത്. 2 ദിവസമായിട്ട് അവന്റെ ബോധം നഷ്ടപ്പെട്ട് കിടക്കുമായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൻ എവിടെയാണെന്ന് അവന് മനസ്സിലാവുന്നില്ല. അങ്ങനെ കടൽക്കരയിലെ മറ്റു ഭാഗങ്ങളിൽ നോക്കുമ്പോൾ അവിടെയും അവനെ പോലെ തന്നെ ഒരുപാട് പേര് കിടപ്പുണ്ട്. പക്ഷെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അവരെല്ലാവരും ഇതിനു മുന്നേ തന്നെ മരണപ്പെട്ടു കഴിഞ്ഞു. പിന്നീടാണ് അവൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ കരയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാള് അവൻ മാത്രമാണ്. ആ അപകടം സംഭവിച്ചതിന് ശേഷം അങ്ങനെ കടൽക്കരയിൽ കണ്ട എല്ലാവരുടെയും ശരീരവും അവിടെ ഒരിടത്തായിട്ട് അവൻ കുഴിച്ചിടുന്നു. കുറച്ചു കഴിയുമ്പോൾ തന്നെ രാത്രിയാവാൻ തുടങ്ങി. ഇരുട്ടുന്നത് കൊണ്ട് തന്നെ അടുത്തുള്ള കാട്ടിൽ നിന്നും എന്താണ് സംഭവിക്കുന്നത്, ആ കാടിന്റെ ഇരുട്ട് അവനെ നല്ലതുപോലെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാടിനുള്ളിലേക്ക് പോകാതെ കടൽക്കരയിലുള്ള വലിയൊരു മരത്തിന് മുകളിൽ അവൻ പേടിയോടെ ആ രാത്രി മുഴുവനായിട്ടും കഴിയുന്നു. അങ്ങനെ അന്നത്തെ രാത്രി മുഴുവനായിട്ടും അവിടെ ഇരുന്ന് അടുത്ത ദിവസം വെളുക്കുമ്പോൾ തന്നെ അവൻ കാണുന്നത് ഇന്നലെ കണ്ട അതേ വലിയ ഷിപ്പ്, അതും അവൻ യാത്ര ചെയ്തു വന്ന ഒരു കപ്പൽ. ഇത്തവണ എന്തായാലും കപ്പലിനടുത്തേക്ക് പോകാൻ തീരുമാനിച്ച മാക്സ് പെട്ടെന്ന് തന്നെ കടലിലേക്ക് ചാടി ആ കപ്പലിനടുത്തേക്ക് നീന്തി ചെല്ലുന്നു. കാരണം അവൻ ആവശ്യമായിട്ടുള്ള ആഹാരം, കഴിയുന്നത്ര സാധനങ്ങൾ ആ കപ്പലിൽ നിന്ന് അവൻ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ 1 മണിക്കൂറോളം കഴിഞ്ഞ് അവൻ ആ കപ്പലിലേക്ക് കയറുന്നു. സന്തോഷത്തിലെ കപ്പലിലേക്ക് കയറി അതിനടിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു നായ കുരയ്ക്കുന്ന ശബ്ദം അവൻ കേൾക്കുന്നുണ്ട്. അടുത്തുള്ള മുറിയിൽ നിന്നാണ് അത് കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ ഡോർ ചവിട്ടി തുറക്കുന്നതും അതിനകത്ത് നിന്നും സിംബ എന്ന് പേരുള്ള അവന്റെ വളർത്തുനായ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അത് കഴിഞ്ഞിട്ട് ആ കപ്പലിന്റെ മുറിക്കകത്തേക്ക് കയറി നോക്കുമ്പോൾ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അവൻ ആവശ്യമായിട്ടുള്ള ആഹാരങ്ങൾ, ഉപയോഗിക്കാൻ കഴിയുന്ന ടൂൾസ്, പിന്നീട് ഒരുപാട് തോക്കുകളും ആ കപ്പലിനകത്തുണ്ട്. അങ്ങനെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരു പെട്ടിയിൽ കയറ്റി ആ കപ്പലിൽ നിന്ന് താഴേക്ക് ഇറക്കും. അതുമല്ല ഇതെല്ലാം കൊണ്ടുപോകാനായിട്ട് ഒരു തടിയും അവൻ ഇളക്കി കടലിലേക്ക് എറിയുന്നുണ്ട്. കൂടാതെ അവന്റെ വളർത്തുന്നതായിട്ടുള്ള സിംബയും അതിലേക്ക് കെട്ടിയിറക്കും. അങ്ങനെ ആവശ്യമായിട്ടുള്ള കയറുകൾ, തോക്കുകൾ ഇതെല്ലാമായിട്ട് ആ സിംബയും കൂട്ടി അവൻ വീണ്ടും അതേ കടൽക്കരയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ കരയിലേക്ക് വന്ന 2 പേരും കുറച്ച് ദിവസത്തേക്ക് കൊണ്ടുവന്ന ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. പിന്നീടാണ് മാക്സ് മനസ്സിലാക്കുന്നത് ഇനി അവർ ഫുഡ് നല്ലതുപോലെ നോക്കി കഴിച്ചില്ല എന്നുണ്ടെങ്കിലേ അത് അവസാനിക്കും. അതും കൂടാതെ ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് പോകാനും ശ്രമിക്കണം. അതിനുവേണ്ടി മാക്സ് ആ കരയിൽ നിന്നും കാടിനുള്ളിലേക്ക് ഓടാൻ തുടങ്ങും. അതിവേഗതയിൽ തന്നെ അവൻ ഓടുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം ഓടുമ്പോൾ മാക്സിന്റെ മനസ്സിലുള്ളത് ആരെങ്കിലും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടാവും, അവരുടെ സഹായം ചോദിക്കാം, അല്ലെങ്കിൽ തനിക്ക് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടാവും എന്ന് പ്രതീക്ഷയാണ്. അങ്ങനെ ഓടി എത്തുന്നതോ മറ്റൊരു കടൽ തീരത്ത്. അവിടെ വെച്ചാണ് മനസ്സിലാവുന്നത് അവൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ ദ്വീപിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അവന് രക്ഷപ്പെട്ട് പോകാനായിട്ട് ഒരിക്കലും കഴിയില്ല. ഈ ദ്വീപിലാണെങ്കിലോ മാക്സ് അല്ലാതെ വേറെ ഒരു മനുഷ്യനുമില്ല. പിന്നീടാണ് മാക്സിന് മനസ്സിലാവുന്നത് അവന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ഇതിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു കപ്പല് അവനെ കാണണം. അങ്ങനെ മാത്രമേ അവന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ആ കപ്പലുകൾ അവൻ മിസ് ചെയ്യരുത് എന്ന് മനസ്സിലാക്കിയ മാക്സ് അത് കഴിഞ്ഞുള്ള ഓരോ ദിവസവും തന്റെ ബൈനോക്കുലറും വെച്ച് കടലിലേക്ക് നോക്കി ഏതെങ്കിലും കപ്പലുകൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇരുന്നിരുന്ന് ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. മൊത്തത്തിൽ ഒരു 6 മാസം കഴിഞ്ഞു. പക്ഷെ ഇതുവരെയും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഒരു കപ്പലുകളും അതുവഴിയെ വന്നിട്ടില്ല. അങ്ങനെ ഒരു ദിവസം കടൽക്കരയിൽ ഇവർ 2 പേരും നിൽക്കുമ്പോൾ സിംബ കുറച്ച് ദൂരേക്ക് നോക്കി കുരയ്ക്കാൻ തുടങ്ങും. ആദ്യം മാക്സ് അത് വലിയ കാര്യമാക്കുന്നില്ല. പിന്നീട് തന്റെ കയ്യിലുള്ള വെള്ളം കുടിക്കുന്ന സമയത്താണ് അവന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യം, ഒരു വലിയ കപ്പല് ഈ പാതയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് കണ്ട മാക്സ് തന്റെ കയ്യിലുള്ള തോക്കും അതേപോലെ തന്നെ ഒരു വലിയ പന്തവും കത്തിച്ച് അവരെ കാണാൻ വേണ്ടി ഓടുകയാണ്. പക്ഷെ അവരെ കാണുന്നില്ല. അതേപോലെ തന്നെ അവൻ അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരുപാട് വിറകുകളുണ്ട്. അതിലേക്ക് കൊണ്ടുവന്ന് ഈ തീ കൊടുക്കുന്നതും അത് വലിയ രീതിയിൽ കത്തിപ്പിടിക്കുന്നില്ല. പകലായതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു വെളിച്ചവും കാണാൻ കഴിയാത്തത് കൊണ്ട് അവരത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ മാക്സ് തന്റെ കയ്യിലുള്ള ആ തോക്ക് ഉപയോഗിച്ച് ഒരുപാട് തവണ മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ആ കപ്പലിലുള്ളവർ ഒരിക്കലും ഇത് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ അവസാനം മാക്സ് വേറെ വഴിയില്ലാതെ കടലിലേക്ക് ചാടുന്നു. കപ്പലിനടുത്തേക്ക് നീന്തിപ്പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വലിയ തിരമാലകൾ ഒരിക്കലും അവനെ അടുത്തേക്ക് കൊണ്ടുപോകുന്നില്ല. ഒരുപാട് നേരം നീന്തി അവൻ ആകെ ക്ഷീണിച്ച് ഇപ്പൊ അവൻ കടലിലേക്ക് നോക്കുമ്പോൾ ആ കപ്പൽ പതിയെ പതിയെ മറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഒരിക്കലും അവനെ സഹായം ചോദിക്കാനായിട്ട് കഴിയത്തില്ല. കുറെ കഴിഞ്ഞിട്ട് അത് വെറും ഒരു പൊട്ടായിട്ട് മാറി. ഇനി ഒരിക്കലും അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി അവൻ ആകെ ക്ഷീണിച്ച് കരയിലേക്ക് തന്നെ കയറും. അങ്ങനെ സിംബ ഓടി തന്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ സിംബയെ കെട്ടിപ്പിടിച്ച് നല്ലതുപോലെ കരയുന്നുണ്ട്. അവന്റെ ഫീലിങ്സ് എന്താണെന്ന് സിംബയ്ക്കും മനസ്സിലാവും. അങ്ങനെ അന്നത്തെ ദിവസം മുഴുവനായിട്ട് കടലിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് മാക്സ്. രാത്രിയിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്ന മാക്സിന് അവസാനമായിട്ട് ഒരു കാര്യം മനസ്സിലായി, ഇനി ആരും തന്നെ സഹായിക്കാനായിട്ട് ഇവിടേക്ക് വരത്തില്ലാന്ന്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഇനി തന്റെ വീടാക്കി മാറ്റണം. അതിനുവേണ്ടി അടുത്ത ദിവസം മുതൽ മാക്സ് ജോലി ചെയ്യാൻ തുടങ്ങാണ്. മരങ്ങളെല്ലാം മുറിക്കുന്നു. അവന്റെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം ഉപയോഗിച്ച് ഒരു ചെറിയ വീട് അവൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ പതിയെ പതിയെ ജോലികൾ ചെയ്ത് ഓരോ ദിവസം കഴിയും തോറും ഓരോ കാര്യങ്ങളായിട്ട് അവൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരികയാണ്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു.
ഒരു വർഷത്തിന് ശേഷം കാണിക്കുമ്പോൾ ഒരാൾക്ക് താമസിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു വീട് അവനുണ്ടായി കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ മാക്സ് മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, ഒരിക്കലും ഈ ഒരു ഐലൻഡ് മോശപ്പെട്ടതല്ല. കാരണം ഇവിടെ മാങ്ങ, പൈനാപ്പിൾ, പഴങ്ങൾ ഇങ്ങനെയുള്ള ഫലവർഗ്ഗങ്ങളും കൂടാതെ പച്ചക്കറികളും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അഗ്നിപർവ്വതത്തിൽ നിന്ന് വരുന്ന ചൂടുവെള്ളം, കാട്ടിലെ മൃഗങ്ങള്, അതുകൊണ്ട് തന്നെ അവന് വേട്ടയാടാം, ആഹാരം കഴിക്കാം. കൂടാതെ പ്രധാനപ്പെട്ടത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിംബയും. ഇത് തന്നെയാണ് അവന്റെ ഒരു റൊട്ടീനും. രാവിലെ എഴുന്നേൽക്കുന്നു, ആഹാരത്തിന് വേണ്ടി വേട്ടയാടാൻ പോകുന്നു, അവന്റെ വീട്ടിലെ മാറ്റങ്ങൾ വരുത്തുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ വീട്ടിലേക്ക് ചെയ്യുന്നു. രാത്രിയാകുമ്പോൾ ആ വലിയ മരത്തിന് മുകളിൽ കയറി കടലിലേക്ക് നോക്കിയിരിക്കും. ഇത് തന്നെയാണ് ഓരോ ദിവസവും മാക്സ് ചെയ്യുന്നത്. അപ്പോഴും മാക്സിന് ഒരു പ്രതീക്ഷയുണ്ട്, ഏതെങ്കിലും ഒരു കപ്പൽ ഇതുവഴി കടന്നു പോകുമെന്ന്. പക്ഷെ അതുമാത്രം ഒരിക്കലും പ്രതീക്ഷയായിട്ട് വെച്ചുകൊണ്ടിരിക്കാനും കഴിയത്തില്ല. അങ്ങനെ മാക്സ് ഈ ദ്വീപിലെത്തിയിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പൊ ആ ദ്വീപിലെ തനിക്കുള്ള ഒരേ ഒരു പ്രതീക്ഷ അത് സിംബ മാത്രമാണ്. ചില സമയങ്ങളിൽ അവന് കഴിയുന്ന കാര്യങ്ങളെല്ലാം തടിയിൽ അവൻ ചെയ്യുന്നുണ്ട്. കൂടാതെ അവന്റെ പഴയ ഡയറി അവ എഴുതുന്നുണ്ട്. കൂടാതെ അവന്റെ കയ്യിലുള്ള ഒരു ഫ്ലൂട്ട് ചില സമയങ്ങളിൽ അവൻ വായിക്കുമ്പോൾ സിംബ അതിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന് ആകെ സന്തോഷം കിട്ടുന്ന ഒരേ ഒരു നിമിഷം ഇതൊക്കെയാണ്. ഇത്രയൊക്കെ ആണെങ്കിലും ഒരു മനുഷ്യൻ എത്രത്തോളമാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്? ഓരോ ദിവസവും ഒരേ കടല്, ഒരേ മരങ്ങള്, ഒരേ കാട്, ഒരേ ആകാശം, ഇതെല്ലാം കണ്ട് മാക്സും മടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പല രാത്രികളിലും മാക്സ് ഒറ്റയ്ക്കിരുന്ന് കരയാറുണ്ട്. തന്റെ ഭാര്യയെ ഓർത്ത് അവ ഒരുപാട് വിഷമിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം മാക്സും സിംബയും ഈ കടൽക്കരയിലൂടെ നടക്കുമ്പോഴാണ് ദൂരെ എന്തോ ഒരു കാര്യം മാക്സ് കാണുന്നത്. അത് വേറെ ഒന്നുമല്ല, കടൽക്കരയിലെ ഒരു കാൽപ്പാട്. ആദ്യം മാക്സ് വിചാരിക്കുന്നത് അത് തൻ്റെ ആണെന്നാണ്. അടുത്തേക്ക് ചെന്ന് പരിശോധിക്കുമ്പോഴാണ് അത് തൻ്റെ കാൽപ്പാടുകളല്ല, കാരണം അതിന് അത്യാവശ്യം വലിപ്പമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായാലും ഒരു മനുഷ്യൻ്റേതാണ്. ഒന്നുകിൽ ഒരു മോൺസ്റ്റർ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും. എന്താണെന്ന് മനസ്സിലാവാതെ മാക്സ് തൻ്റെ കയ്യിലുള്ള ആ തോക്കെടുത്ത് നിൽക്കുന്നതും സിംബ എന്തോ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ സ്മെല്ല് ചെയ്ത് ഉള്ളിലേക്ക് പോകുന്നു. അങ്ങനെ കുറേ ദൂരം രണ്ടുപേരും നടന്നു ചെല്ലുമ്പോഴാണ് ഉള്ളിലായിട്ട് കുറച്ചുപേര് നിൽക്കുന്നത് പോലെ പലരുടെയും ശബ്ദം കേൾക്കുന്നുണ്ട്. അവര് സംസാരിക്കുകയല്ല, അവരെന്തായാലും പാട്ടുപാടുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യുകയല്ല. അങ്ങനെ ശബ്ദം കേൾക്കുന്ന ആ ഭാഗത്തേക്ക് രണ്ടുപേരും ഒളിച്ചു നിന്ന് നോക്കുമ്പോൾ അവനല്ലാതെ ഈ ദ്വീപിൽ മറ്റു ചിലരുണ്ടെന്ന് മാക്സ് അപ്പോൾ മനസ്സിലാക്കും. അങ്ങനെ മാക്സ് നേരെ അവൻ്റെ മരത്തിന് മുകളിലുള്ളൊരു കൂടാരമുണ്ട്, അവിടേക്ക് ഓടിച്ചെല്ലും. എന്നിട്ട് അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്ത് വീണ്ടും തിരിച്ച് ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് വരും. അങ്ങനെ ഒരു മരത്തിന് പുറകിലായിട്ട് നിന്ന് ഒളിച്ചു നോക്കുമ്പോൾ അത് സാധാരണ മനുഷ്യരല്ല, അവർ ആദിവാസികളാണ്. എന്തോ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് ആരെ ഒരാളെ കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് ഒരു ഗുഹയുടെ വെളിയിൽ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ കെട്ടിയിട്ട് ഇപ്പൊ അയാളെ കൊല്ലാനായിട്ട് പോകുന്നു. ഇത് കണ്ട മാക്സ് നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. കാരണം അവർ ഇവനെ കണ്ടു കഴിഞ്ഞാലും ആ കെട്ടിയിട്ടിരിക്കുന്ന ആളുടെ അതേ അവസ്ഥയായിരിക്കും മാക്സിനും. അങ്ങനെ മാക്സ് പേടിച്ച് താഴേക്കിരിക്കുമ്പോൾ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരാളെ കാണുന്നതും അയാൾക്ക് പേടിയില്ല, പക്ഷെ അയാൾക്ക് എന്തോ സഹായം ആവശ്യമുള്ളതുപോലെ. അയാളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. 2 വർഷമായിട്ട് ഒരു മനുഷ്യരെ പോലും കാണാതിരുന്ന മാക്സിനെ ഇപ്പോൾ ഒരു കൂട്ടം മനുഷ്യരെ കണ്ടിട്ടും ഒരിക്കലും സന്തോഷമില്ല. എന്നിരുന്നാലും ഇതുപോലെ ഒരാളെ തന്റെ കൺമുന്നിൽ വെച്ച് കൊല്ലുന്നത് കാണാനും മാക്സിന് ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ മാക്സ് കുറച്ചു നേരം ശ്വാസം എടുത്ത് തന്നെ സമാധാനപ്പെടുത്തി ഇപ്പൊ ആ ഒരാളെ രക്ഷിച്ചേ മതിയാവും. തന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് ലോഡ് ചെയ്ത് ആ ആദിവാസികളിൽ ഒരാളെ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ആ ഒരു തോക്ക് കൊണ്ട് വെടിവെക്കുമ്പോൾ അതിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു ശബ്ദം ഈ കാട് മുഴുവനായിട്ട് മുഴങ്ങുന്നതും ആദിവാസികൾ ഒരിക്കലും അവിടെ നിൽക്കുന്നില്ല. അവരിത് കേട്ട് പേടിച്ച് അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. അതേപോലെ അവിടെ കെട്ടിയിരിക്കുന്ന ആ ഒരു ആദിവാസി മനുഷ്യനും തന്റെ കൈകളിലെ ആ ഒരു കെട്ടഴിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അതിനുശേഷം മാക്സ് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് ഓടി വന്ന് കുറച്ചു നേരം മാറി നിൽക്കുന്നതും രക്ഷപ്പെട്ടുപോയ ആ ഒരു ആദിവാസി മാക്സിന് മുന്നിലേക്ക് വരുന്നു. രണ്ടുപേരും പരസ്പരം കാണുന്നുണ്ട്. കുറച്ചു നേരം രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ആ ഒരു സ്ഥലം മുഴുവനായിട്ടും നിശബ്ദമായിട്ട് നിൽക്കുന്നു. പിന്നീട് ആ ആദിവാസി മനുഷ്യൻ മാക്സിനെ ഒന്നും ചെയ്യാതെ തന്റെ ആയുധം താഴേക്ക് വെച്ച് മാക്സിനടുത്ത് വന്നിരിക്കുന്നതും മാക്സ് ഇപ്പോൾ അവന്റെ തലയിലേക്ക് തൊട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. ഒരുപക്ഷെ തന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ടായിരിക്കാം ആ ആദിവാസി മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് സ്ഥിതി മാറുകയാണ്. ആദിവാസി മനുഷ്യൻ പെട്ടെന്ന് തന്നെ മാക്സിനെ ഇടിച്ചു കളഞ്ഞ് അവന്റെ കയ്യിലുള്ള തോക്കെടുക്കും. പക്ഷെ ഈ തോക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ആദിവാസിക്ക് അറിയത്തില്ല. അതിലൂടെ തന്നെ മാക്സിന് മനസ്സിലായി ഇവർ എന്തായാലും തോക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. കൂടാതെ ഇവർക്ക് രണ്ടുപേർക്കും എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയി. അതുകൊണ്ടാണ് രണ്ടുപേരും ഈ രീതിയിൽ നിൽക്കുന്നത്. അങ്ങനെ മാക്സ് ഇത് കണ്ട അയാളോട് പറയും, ഹേയ് സമാധാനമായിട്ടിരിക്കെ, ഞാൻ ഒരിക്കലും നിന്റെ ശത്രുവല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് മാക്സിന്റെ മുഖഭാവങ്ങളിലൂടെ മാത്രമേ ആ ആദിവാസിക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ ഇവനൊരു പ്രശ്നക്കാരനല്ലാന്ന്. അങ്ങനെ ആദിവാസി പേടിച്ചു നിൽക്കുന്നതും മാക്സ് തന്റെ കയ്യിലുള്ള ആ തോക്ക് ഉപയോഗിച്ച് അടുത്തേക്ക് ഷൂട്ട് ചെയ്യും. ഈ ശബ്ദം കേട്ട് പേടിച്ച് ആദിവാസി തന്റെ കയ്യിലുള്ള തോക്ക് താഴേക്കിടുന്നു. അതുമല്ല മാക്സ് അവനോട് സംസാരിക്കുന്ന ആ ഒരു രീതി, അവന്റെ ശരീരത്തിന്റെ ചലനം, ഇതെല്ലാം ആദിവാസിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു.
കുറേ നേരം അങ്ങനെ മാക്സ് ആദിവാസിയോട് സംസാരിച്ചതിന് ശേഷം അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി തൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് അതെടുത്ത് ആദിവാസിയുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഇത് നിനക്കുള്ളതാണ്, ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ ആദിവാസി മാക്സിനെ തന്നെ നോക്കുന്നു. അപ്പോൾ ആദിവാസി മനുഷ്യന് മനസ്സിലായി മാക്സ് ഒരിക്കലും തന്നെ ഉപദ്രവിക്കാനല്ല, തന്നെ കെണിയിലാക്കാനല്ല ഈ കാര്യം ചെയ്തതെന്ന്, തന്നെ സഹായിക്കാനാണെന്ന്. അങ്ങനെ ആ പഴവും എടുത്ത് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴാണ് കാടിനുള്ളിൽ ഒളിച്ചിരുന്ന 2 ആദിവാസികൾ ഇവരുടെ അടുത്തേക്ക് ചാടി വരുന്നു. ഇത് കണ്ട മാക്സ് ഒന്നും ആലോചിക്കില്ല, തൻ്റെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് ഒരു ആദിവാസിയെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലും. രണ്ടാമത്തെ ആൾ ആ ഒരു ആദിവാസിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവനൊരിക്കലും മാക്സിന്റെ തോക്ക് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ തൻ്റെ ആയുധം എടുത്ത് ആ ഒരു ആദിവാസി മനുഷ്യനെ കുത്തി കൊല്ലുകയാണ്. കുറച്ചു നേരം മാക്സ് അവനെ നോക്കി നിൽക്കും. ഇപ്പൊ എന്തായാലും തൻ്റെ കൂടെ സഹായത്തിനായിട്ട് ഒരാളുണ്ട്, താൻ ഇന്നെ തനിച്ചല്ല എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുമ്പോൾ ആ ആദിവാസി മനുഷ്യൻ കൊന്ന അതേ മനുഷ്യനുണ്ടല്ലോ അവന്റെ ശരീരഭാഗം എടുത്ത് കഴിക്കുന്നതും ഇത് കണ്ട മാക്സിന് നല്ല പേടിയായി. അങ്ങനെ ആദിവാസി മനുഷ്യൻ അവിടെ നിന്ന് കാടിനുള്ളിലേക്ക് ഓടിപ്പോകുന്നതും ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ മാക്സും തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് തന്നെ ഓടി വരുന്നുണ്ട്. അതുമല്ല, ഇതൊരു സാധാരണ ആദിവാസി മനുഷ്യനല്ല, അവനൊരു നരഭോജി കൂടിയാണെന്ന് മാക്സിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും തന്നെ കൊല്ലാനും തന്നെ തിന്നാനും ആ ആദിവാസി മനുഷ്യൻ വരുമെന്നുള്ള കാര്യം മാക്സിന് അറിയാം. അതുകൊണ്ട് തന്നെ മാക്സ് താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് അവൻ വരുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടുള്ള കെണികൾ ചെയ്യുന്നു. അതേപോലെ തന്നെ അവന്റെ കയ്യിലുള്ള തോക്കുകളെല്ലാം ലോഡ് ചെയ്ത് വെക്കുന്നു. ഇതെല്ലാം തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പല കെണികളും തന്റെ വീടിന് മുന്നിൽ വെച്ച് രാത്രി മുഴുവനും ഉറങ്ങാതെ കണ്ണു തുറന്നിരിക്കും. അങ്ങനെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു. 6 മാസത്തിന് ശേഷം ഈ കാട്ടിലേക്ക് വന്ന ഒരു ആദിവാസികളും പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. അതുമല്ല, കാട്ടിലുള്ള ആ ഒരു ആദിവാസിയും ഒരിക്കലും തിരിച്ചു വരുന്നില്ല എന്ന് മനസ്സിലാക്കിയ മാക്സ് ഇനി എന്തായാലും ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വെളിയിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞ് സിംബയും കൂട്ടി പതിയെ കാടിനുള്ളിലേക്ക് നടന്നു പോവാണ്. പോകുന്ന വഴിക്കാണ് ഒരു അപകടം. പെട്ടെന്ന് നമ്മുടെ മാക്സ് ഒരു കെണിയിൽ കുരുങ്ങി തല കീഴായിട്ട് തൂങ്ങിക്കിടക്കുന്നു. ഇത് കണ്ട സിംബയാണെങ്കിലോ അവിടെ നിന്ന് കുരയ്ക്കുന്നുണ്ട്. സിംബയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് സിംബ അവിടെ നിന്ന് ഓടിപ്പോകുന്നതും മാക്സിന്റെ കയ്യിലുള്ള തോക്ക് താഴേക്ക് വീഴും. അങ്ങനെ ഒരുപാട് നേരം അവിടെ മാക്സ് തൂങ്ങിക്കിടക്കുമ്പോൾ അതേ ആദിവാസി മനുഷ്യനുണ്ടല്ലോ മാക്സ് രക്ഷിച്ച അയാൾ ഇവിടേക്ക് വരുന്നു. പക്ഷെ ഇത്തവണ മാക്സിനെ കൊല്ലണമെന്നല്ല, പകരം എന്തോ ഒരു ക്യൂരിയോസിറ്റിയാണ് അയാളുടെ കണ്ണുകളിൽ. അവിടേക്ക് വന്ന അയാൾ മാക്സിന്റെ കയ്യിലുള്ള ആ തോക്കെടുത്ത് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി അത് പിടിച്ചു നോക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട മാക്സിന് എന്താണെന്ന് അറിയാൻ കഴിയാതെ തൂങ്ങിക്കിടന്നിട്ട് അവന്റെ ഉള്ളിൽ ഓടുന്ന ഒരേ ഒരു ചോദ്യം, ഇവനെന്നെ കൊല്ലാനാണോ അതോ രക്ഷപ്പെടുത്താനാണോ എന്ന് മാത്രമാണ്. അങ്ങനെ ആദിവാസി മനുഷ്യൻ ആ തോക്കുമായിട്ട് അവിടെ തന്നെ ഇരിക്കുമ്പോൾ മാക്സ് ഒരു വിധത്തിൽ മുകളിലേക്ക് വന്ന് തന്റെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് ആ കയറങ്ങ് കട്ട് ചെയ്യുന്നു. അങ്ങനെ താഴെ വീണ മാക്സ് ഉടനെ തന്നെ ചാടി എഴുന്നേറ്റ് തന്റെ കയ്യിലുള്ള ആ തോക്കെടുത്ത് അടുത്തുള്ള ഒരു മരത്തിലേക്ക് ഷൂട്ട് ചെയ്ത് ആദിവാസി മനുഷ്യന്റെ മുന്നിലേക്ക് തന്നെ നീട്ടും. എന്നിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്കും പിടിച്ചു വാങ്ങും. ഇതിലൂടെ തന്നെ ആദിവാസി മനുഷ്യനൊരു കാര്യം മനസ്സിലായി, മാക്സിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ആയുധം എത്രത്തോളം പവർഫുൾ ആണെന്ന്. അപ്പോൾ മാക്സിന് മനസ്സിലായി ഒരിക്കലും ഈ ആദിവാസി മനുഷ്യൻ തന്നെ കൊല്ലാനല്ല ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ തോക്കെടുത്ത് അടുത്തുള്ള മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന വവ്വാലുകളെ മാക്സ് ഷൂട്ട് ചെയ്യും. അതിലൊരു വവ്വാല് താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് പറന്നു പോകുന്നു. ഇത് കണ്ട ആദിവാസി മനുഷ്യൻ അതിനടുത്തേക്ക് ചെന്നിട്ട് തന്റെ കയ്യിലുള്ള ഒരു ആയുധം എടുത്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു വവ്വാലിനെ എറിയുന്നതും അത് ചത്ത് താഴെ വീഴുന്നുണ്ട്. അപ്പൊ അത്രയും ഷാർപ്പായിട്ട് ഹണ്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ ആദിവാസി മനുഷ്യനും. അതുകൊണ്ട് താൻ ഒരിക്കലും വിഡ്ഢിയല്ല. തന്റെ കയ്യിൽ അത്രയും വലിയൊരു ആയുധം ഇല്ലാന്നുണ്ടെങ്കിലും തന്നെ കൊണ്ട് ഇതെല്ലാം കഴിയുമെന്നാണ് മാക്സിന് അയാൾ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പതിയെ രണ്ടുപേരും മനസ്സിലാക്കി മാക്സ് ഇപ്പോൾ അയാളെ കൂട്ടി തന്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് അയാൾക്ക് കഴിക്കാനായിട്ട് ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദിവാസി മനുഷ്യനും മാക്സിനെ വിശ്വസിച്ച് അത് കഴിക്കുകയും ചെയ്യുമ്പോഴാണ് മാക്സിന് സന്തോഷമാവുന്നത്. കാരണം ഇത്രയും നാളുകൾക്ക് ശേഷം മാക്സ് ഒരിക്കലും ഈ ദ്വീപിൽ ഒറ്റയ്ക്കല്ല, തൻ്റെ കൂടെ മറ്റൊരാളുമുണ്ട്, അതൊരു മനുഷ്യൻ. അങ്ങനെ അന്ന് രാത്രിയാവുന്നതും ആദിവാസി മനുഷ്യൻ ഒരിക്കലും എവിടേക്ക് പോകാതിരിക്കാനും തന്നെ ഉപദ്രവിക്കാതിരിക്കാനും അവന്റെ കാലിലെ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കും. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞ അടുത്ത ദിവസം ആ ആദിവാസി മനുഷ്യൻ തന്നെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു ചങ്ങലകളുമായിട്ട് മാക്സിന്റെ മുന്നിലേക്ക് വരുന്നു. മാക്സ് പെട്ടെന്ന് ശബ്ദം കേട്ട് തന്റെ തോക്കെടുത്ത് പേടിച്ച് ആദിവാസി മനുഷ്യന്റെ മുന്നിലേക്ക് ചൂണ്ടിയിട്ട് നിൽക്കുന്നതും അവിടെയാണ് മാക്സിന് മനസ്സിലാവുന്നത് അയാൾ മാക്സിനെ ഉപദ്രവിക്കാൻ വന്നതല്ല, പകരം അവൻ ആഹാരം കൊണ്ടുവന്നതാണ്. ഇത് കണ്ട മാക്സിനെ ആകെ വിഷമമായിട്ട് ഇനി എന്തായാലും അവനെ വിശ്വസിക്കാന്ന് പറഞ്ഞ് അയാളുടെ കാലിലെ ആ ചങ്ങലകളുണ്ടല്ലോ അതെല്ലാം അഴിച്ചുവിടുന്നു. കാരണം ആദിവാസി മനുഷ്യനെ മാക്സ് തെറ്റിദ്ധരിച്ചതാണ്. ഇനി ഒരിക്കലും അത് സംഭവിക്കില്ല എന്നും മാക്സിന് അറിയാം. അതുമല്ലാതെ മാക്സ് അയാൾക്കൊരു പേര് കൊടുക്കുന്നു, ഫിലിപ്പ്. ഇവിടെ നിന്നും ഇവരുടെ രണ്ടുപേരുടെ സുഹൃത്ത് ബന്ധം നല്ലതുപോലെ തന്നെ തുടങ്ങുകയാണ്. അതുമല്ല, ഫിലിപ്പിനെ തന്റെ ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കാനും മാക്സ് തീരുമാനിക്കുന്നു. ഇതെന്തായാലും പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല എന്ന് മാക്സിന് അറിയാം. മാസങ്ങളും ദിവസങ്ങളും എടുക്കും. അതുകൊണ്ട് തന്നെ പതിയെ പതിയെ മാക്സ് അവനെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് ഇപ്പോൾ ഫിലിപ്പിനെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം മാക്സിനോട് സംസാരിക്കാൻ അറിയാം. അങ്ങനെ 6 മാസം കഴിഞ്ഞു. ഇപ്പോഴും ഫിലിപ്പ് നല്ലതുപോലെ സംസാരിക്കില്ല. എന്നിരുന്നാലും
മാക്സ് പറയുന്ന കാര്യങ്ങളെല്ലാം അവന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫിലിപ്പ് മാക്സിനോടൊപ്പം ചേർന്ന് ഓരോ ദിവസവും ജോലി ചെയ്യുന്നു. ആ ഒരു വീട് നിർമ്മിക്കുന്നതിനും വേട്ടയാടുന്നതിന് കൃഷി ചെയ്യുന്നതിന് ഇങ്ങനെ പല കാര്യങ്ങളും അവർ രണ്ടുപേരും എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും രാത്രിയിൽ തീ കൂട്ടിയിട്ടിരിക്കുമ്പോൾ മാക്സ് താൻ വിശ്വസിക്കുന്ന ദൈവത്തെയും അതേപോലെ തന്നെ ബൈബിളിനെ പറ്റിയും ഫിലിപ്പിനോട് പറയും. പക്ഷേ ഫിലിപ്പ് ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. കാരണം ഫിലിപ്പ് വിശ്വസിക്കുന്നത് അവൻ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെയാണ്. അതാണ് അവൻ്റെ ദൈവം. അങ്ങനെ രണ്ടുപേരും അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവങ്ങളെപ്പറ്റി സംസാരിച്ച് ചെറിയ രീതിയിൽ ഒരു വഴക്കുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വഴക്കിന് അവസാനം മാക്സ് തൻ്റെ ബൈബിൾ എടുത്തിട്ട് പറയും, ദേ ഇതിലുണ്ട് ദൈവം, ഇത് നീ മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ഫിലിപ്പ് ആ ബുക്ക് എടുത്ത് മറിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് മാക്സിനോട് ചോദിക്കും, പക്ഷെ നിന്റെ ദൈവത്തെ ഇതിനുള്ളിൽ കാണാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ മാക്സിന് അത്രയും ദേഷ്യം വന്നിട്ട് അവനെ അപമാനിക്കുന്നതിന് തുല്യമായി. ഇത് കാരണം ഫിലിപ്പിനും ദേഷ്യം വന്ന് ഫിലിപ്പ് അവിടെ നിന്ന് പോകുന്നു. ഈ ഒരു വഴക്കിന്റെ അവസാനം രണ്ടുപേരും ഒരേ ദ്വീപിൽ തന്നെ രണ്ട് അപരിചിതരെ പോലെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേരും പഴയ ആ ഒരു സുഹൃത്തുക്കളല്ല. ഫിലിപ്പാണെങ്കിലോ ആയുധങ്ങൾ വെച്ച് മീനെ പിടിക്കുന്നുണ്ട്. മാക്സും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും രണ്ട് ജീവിതമാണ് ജീവിക്കുന്നതെന്ന് മാത്രം. അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് മാക്സിന് മനസ്സിലാവുന്നത് താൻ ചെയ്ത കാര്യം എന്താണെന്ന്. മറ്റൊരാളുടെ റെസ്പെക്റ്റ് ഒരിക്കലും പിടിച്ചു വാങ്ങാനായിട്ട് കഴിയുന്നതല്ല. രണ്ടുപേരും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരും രണ്ട് വിശ്വാസങ്ങളിൽ കഴിയുന്നവരുമാണ്. അത് പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് പരസ്പരം റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസം നല്ലതുപോലെ ആലോചിച്ച് അവസാനം മാക്സ് ഒറ്റയ്ക്കിരിക്കുന്ന ഫിലിപ്പിനടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പതിയെ ഒരു താഴ്ന്ന സ്വരത്തിൽ അവനോട് സോറി പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ രണ്ടുപേരും വിശ്വസിക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ വിശ്വസിക്കുന്നത് മാത്രമാണ്. അതൊരിക്കലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കരുത്. അതുകൊണ്ട് ഫിലിപ്പ്, നീ എന്നോട് ക്ഷമിക്കോ എന്ന് ചോദിക്കുന്നതും ഈ സംഭവത്തിന് ശേഷം ഇവർ രണ്ടുപേരും വീണ്ടും പഴയ സുഹൃത്തുക്കളായിട്ട് തന്നെ മാറുകയാണ്. അതുമല്ല, അതിനുശേഷം അവരുടെ ആ ഒരു സുഹൃത്ത് ബന്ധം നല്ല ആഴത്തിൽ തന്നെ പോകുന്നു. ഒഴിവ് സമയങ്ങളിൽ രണ്ടുപേരും കടൽക്കരയിൽ വന്ന് ഞണ്ടുകളെ പിടിക്കും, അതും ചെറിയ കുട്ടികളെ പോലെ. അതും അത്രയും സന്തോഷമായിട്ട്. അങ്ങനെ ഒരു ദിവസമാണ് ഫിലിപ്പ് മാക്സിനോടൊരു കാര്യം പറയുന്നത്. തൻ്റെ ആദിവാസി കൂട്ടത്തിലെ ഒരു റൂള് ഫിലിപ്പ് ബ്രേക്ക് ചെയ്തു. അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഫിലിപ്പിനെ അവർ ഈ ദ്വീപിലേക്ക് കൊണ്ടുവന്ന് ബലി കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ മാക്സ് ആണെങ്കിലോ അവൻ്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു ആദിവാസികൾ തന്നെ കൊല്ലാൻ വേണ്ടി വീണ്ടും ഇവിടേക്ക് തിരിച്ചു വരും. അല്ലാന്നുണ്ടെങ്കിൽ എന്നെ പോലെ വേറെ ആരെങ്കിലും ബലി കൊടുക്കാൻ വേണ്ടി അവർ ഈ ദ്വീപിലേക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യം മാക്സിനോട് പറയും. ഇതും പറഞ്ഞ് ആ ദ്വീപിലുള്ള ആ ഒരു ഗുഹയ്ക്ക് അടുത്തേക്ക് രണ്ടുപേരും ചെല്ലുമ്പോൾ അവിടെ ഇതുപോലെ ഒരുപാട് പേരുടെ തലയോട്ടികളും അസ്ഥികളും കിടക്കുന്നതായിട്ട് ഇവർ കാണുന്നുണ്ട്. അപ്പോൾ ആദിവാസികൾ വർഷങ്ങളായിട്ട് ഈ കാര്യം ചെയ്തു വരുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ ആദിവാസികൾ ഇവിടേക്ക് തിരിച്ചു വരുന്നതിന് മുന്നേ അവരെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരൊരിക്കലും ഇവിടേക്ക് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് അവർ ആ ഗുഹയ്ക്കകത്ത് വെടിമരുന്നുകൾ നിറയ്ക്കുന്നു. അതേപോലെ തന്നെ ഒരു മാസത്തോളം ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ആ ദ്വീപിൽ മാറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസമാണ് ഈ കേവിനടുത്ത് വലിയ ശബ്ദം കേൾക്കുന്നത്. ഇത് മനസ്സിലാക്കിയ മാക്സും ഫിലിപ്പും അവിടെ നിന്ന് ഓടി ഒരു മരത്തിനടുത്തേക്ക് ഒളിച്ചു വന്നിരുന്ന് അവർ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു വെടിമരുന്നിലേക്ക് തീ കൊടുക്കുന്നതും മരുന്ന് കത്തിപ്പിടിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്നു. ഇത് കണ്ട സിംബ ആ തീ കത്തുന്നതിന്റെ പിറകെ തന്നെ ഓടി പോകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും സിംബയെ ഇവർക്ക് തടയാൻ കഴിയുന്നില്ല. കുറച്ചു കഴിഞ്ഞ് ആ ഗുഹയിൽ വലിയൊരു പൊട്ടിത്തെറിയാണ് സംഭവിക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് ആദിവാസികൾ മരണപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ അകത്തേക്ക് പോയ സിംബ ഒരിക്കലും തിരിച്ചും വരുന്നില്ല. കാരണം സിംബയും അതിനകത്ത് വെച്ച് മരണപ്പെട്ടു. ഇത് കണ്ട മാക്സിനെ ഒരിക്കലും അത് സഹിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. കാരണം ഇത്രയും കാലം അവനോടൊപ്പം ഉണ്ടായിരുന്ന സിംബ ഇനി അവനോടൊപ്പം ഇല്ല. അങ്ങനെ സിംബയെ കൊഴിച്ചു മൂടി അവിടെ ഇരുന്ന് മാക്സ് ഒരുപാട് കരയുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടുപേരും വീട്ടിലേക്ക് വരുമ്പോൾ ഫിലിപ്പ് ഒരു കാര്യം പറയും. ഞാൻ ഒരിക്കലും മരിച്ചില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ കൂട്ടത്തിലുള്ള ആദിവാസികൾ ഒരിക്കലും ഇവിടെ നിന്ന് പോകാൻ പോകുന്നില്ല. അവർ വീണ്ടും നമ്മളെ ആക്രമിക്കാനായിട്ട് തിരിച്ചു വരും എന്നെല്ലാം മാക്സിനോട് പറയുമ്പോൾ മാക്സ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? അവൻ വീണ്ടും തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോകാനായിട്ട് ഒരു ചെറിയ ചങ്ങാടം ഉണ്ടാക്കണം. അതുവഴി ഇംഗ്ലണ്ടിലേക്ക് പോകാനായിട്ടാണ് മാക്സ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഫിലിപ്പ് പറയുന്ന ഒരു കാര്യം, അങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ കൂട്ടത്തിലുള്ള ആദിവാസികൾ നിന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിന്നെ ഒരു അടിമയാക്കി അവർ മാറ്റും. കാരണം നിന്നെ പോലെയുള്ള വെളുത്ത മനുഷ്യരെ ഞങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് വന്ന് ഞങ്ങളെ ആക്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ അവരൊരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോകുന്നത് ഒരിക്കലും നല്ലതായിരിക്കത്തില്ല എന്ന് ഫിലിപ്പ് പറയുമ്പോൾ ഇത് കേട്ട മാക്സിന് അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ മാക്സും ഫിലിപ്പും വീണ്ടും വഴക്കിട്ട് രണ്ടുപേരും പിരിയും. അങ്ങനെ ഫിലിപ്പ് പോയതിനു ശേഷം മാക്സിനുള്ള ഒരേ ഒരു ചിന്ത അവൻ ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു മരം അവൻ ഒറ്റയ്ക്ക് മുറിക്കാൻ തുടങ്ങും. ഒരുപാട് ദിവസം തൻ്റെ ആ ഒരു കോടാലി ഉപയോഗിച്ച് ആ ഒരു വലിയ മരത്തെ ഒറ്റയ്ക്ക് വെട്ടി അവസാനം അത് മുറിച്ച് താഴേക്കിടും. അത് കഴിഞ്ഞ് അവൻ ചെയ്യുന്നത് മുറിച്ചെടുത്ത ആ ഒരു മരം ഒരു വള്ളമാക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ മാസങ്ങളോളം ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ആ ഒരു വള്ളം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. മഴയത്തും കാറ്റത്തും എല്ലാം
ഒരു വിശ്രമവും ഇല്ലാതെയാണ് മാക്സ് ആ കാര്യം ചെയ്യുന്നത്. അങ്ങനെ അവസാനം ആ മരം ഒരു വള്ളത്തിന്റെ ഷേപ്പിലേക്ക് അവൻ കൊണ്ടുവന്നു. ഇനി വലിയൊരു കൊടുങ്കാറ്റ് വരാൻ പോകുന്നുണ്ട്. അതിനു മുന്നേ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം. അതാണ് മാക്സിന്റെ തീരുമാനം. അങ്ങനെ അവൻ ആ വള്ളം കെട്ടിയിടുന്ന സമയത്താണ് ഒരു ദിവസം ഫിലിപ്പ് അവിടേക്ക് വരുന്നത്. എന്നിട്ട് ഫിലിപ്പ് പറയും, എനിക്ക് തെറ്റിപ്പോയി. ഞാൻ എൻ്റെ സുഹൃത്തായിട്ട് ഒരിക്കലും വഴക്കിടാൻ പാടില്ലായിരുന്നു. കാരണം എൻ്റെ ജീവൻ രക്ഷിച്ചത് നീയാണ്. അതുകൊണ്ട് തന്നെ നിന്നോടൊപ്പം വരാനായിട്ട് ഞാനും തയ്യാറാണ്. നിന്നെ സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കേണ്ടത് എൻ്റെ ചുമതലയാണ് എന്ന് ഫിലിപ്പ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫിലിപ്പ് തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു മാല മാക്സിന് കൊടുക്കും. അതിലൂടെ തന്നെ രണ്ടുപേരും വീണ്ടും സുഹൃത്തുക്കളാവുന്നു. ഇത്തവണ ഫിലിപ്പ് എന്തായാലും മാക്സിനെ സഹായിക്കാനുണ്ട്. അങ്ങനെ രാത്രിയാവുന്നതും നല്ല കാറ്റും മഴയും. ഇവരൊരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ കാറ്റും മഴയും മാറാൻ വേണ്ടി രണ്ടുപേരും അവരുണ്ടാക്കിയ ആ ഒരു ഷെഡിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു. ആ സമയത്താണ് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കുന്നത്. മാക്സ് ഉണ്ടാക്കിയ ആ ഒരു വള്ളത്തിലെ ഒരുപാട് വെള്ളം കയറുന്നു. കൂടാതെ കെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു കയറ് പതിയെ അടിഞ്ഞ് ആ വെള്ളം പൂർണ്ണമായിട്ടും കടലിലേക്ക് ഒഴുകി പോവാണ്. അങ്ങനെ അന്നത്തെ രാത്രി മുഴുവനായിട്ടും മഴ പെയ്ത് കഴിഞ്ഞ് അടുത്ത ദിവസം ആ ദ്വീപ് മുഴുവനായിട്ടും നശിച്ചു കിടക്കുകയാണ്. ഒടിഞ്ഞു കിടക്കുന്ന മരങ്ങളും വെള്ളം കയറിയ സ്ഥലങ്ങളും. അങ്ങനെ താനുണ്ടാക്കിയ ആ ഒരു വള്ളം എന്തായെന്നറിയാൻ വേണ്ടി മാക്സും ഫിലിപ്പും അവിടേക്ക് വന്ന് നോക്കുമ്പോൾ തൻ്റെ ഒരു മാസത്തോളമുള്ള ആ ഒരു കഷ്ടപ്പാട് അതെല്ലാം അവിടെ അവസാനിച്ചു. ആ വള്ളം കാണാനില്ല. അതുപോലെ ഇവിടെ വെച്ചാണ് ഫിലിപ്പ് മറ്റൊരു കാര്യം പറയുന്നത്. പൂർണ്ണചന്ദ്രൻ വീണ്ടും വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ആ ആദിവാസി മനുഷ്യർ വീണ്ടും ഈ ദ്വീപിലേക്ക് വരാൻ പോവാണ്. അതിനു മുന്നേ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയേ മതിയാവൂ. അല്ലാന്നുണ്ടെങ്കിൽ അവർ തടയാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അത് മനസ്സിലാക്കിയ മാക്സ് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് വീണ്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള കിണികൾ തയ്യാറാക്കുകയാണ്. ഒരു ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെക്കാനിസം തന്നെ അവൻ ഉണ്ടാക്കുന്നുണ്ട്. അതിലൂടെ ഈ തോക്ക് താനെ ഫയറാവും. അതുപോലൊരു കാര്യം ചെയ്യുന്നു. കൂടാതെ പൊട്ടിയ കണ്ണാടി ചില്ലുകൾ അത് ഇവിടെ തൂക്കിയിടുന്നുണ്ട് അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി. അങ്ങനെ പല പല കെണികളും. ആ ട്രൈബ്സ് ഒരുപക്ഷെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാലും ഇവർ രണ്ടുപേർക്കല്ലാതെ ഇവരെ രണ്ടുപേരെ കൊണ്ടും അവരെല്ലാവരെയും ഇല്ലാണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പല കെണികളും രണ്ടുപേരും ചെയ്യും. അപ്പോൾ അന്ന് രാത്രിയാണ് പൂർണ്ണചന്ദ്രൻ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മാക്സ് തൻ്റെ താടിയെല്ലാം വെട്ടി അവനും ഈ ആദിവാസികളെ പോലെ തന്നെ മേക്കപ്പ് എല്ലാം ചെയ്ത് അവനും മാറുന്നുണ്ട്. കൂടാതെ ഇനി വരുന്ന ആ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ രണ്ടുപേരും അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളെ നല്ലതുപോലെ പ്രാർത്ഥിക്കും. കാരണം ഇത് മരണമാണോ ജീവിതമാണോ എന്നറിയാത്തൊരു യുദ്ധമായിരിക്കും. അങ്ങനെ സമയമാവുന്നതും ആദിവാസികളെല്ലാം ഈ ദ്വീപിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് വരുന്നു. മാക്സ് അവരെല്ലാവരെയും ആകർഷിക്കാൻ വേണ്ടി തൻ്റെ കയ്യിലുള്ള ആ ഒരു ഫ്ലൂട്ട് വായിക്കുന്നുണ്ട്. ഈ ശബ്ദം കേട്ട് ഇവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ആദിവാസികളെല്ലാം വരും. അങ്ങനെ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ആദിവാസികൾ നടന്നു വരുമ്പോൾ സിംബയെ കുഴിച്ചിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തെത്തുന്നതും അവിടെ ഒരു കയറുണ്ടായിരുന്നു. അതിൽ തട്ടി ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു മെക്കാനിസം ഉപയോഗിച്ച് മാക്സ് ഉണ്ടാക്കിയ ആ ഒരു മെക്കാനിസം ഉപയോഗിച്ച് തോക്ക് തനിയെ ഫയറാവുന്നതും അതിലൊരുപാട് ആദിവാസികൾ മരണപ്പെടുന്നു. ബാക്കിയുള്ളവർ ഈ വീടിനടുത്തേക്ക് നടന്നു വരുമ്പോൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ആ ഒരു കണ്ണാടിയിലെ വെളിച്ചം ആദിവാസികൾക്ക് പുതിയതാണ്. അതുകൊണ്ട് തന്നെ അവർ നടന്ന് അവിടേക്ക് വരുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന വലിയ കെണികളിൽ പലരും വീണ് അവർ മരണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ വീടിനകത്തേക്ക് കയറുമ്പോൾ അതിനുള്ളിൽ നിറച്ചു വെച്ചിരിക്കുന്ന വെടിമരുന്ന് കാരണം ആ വീട് പൊട്ടിത്തെറിച്ച ഒരുപാട് ആദിവാസികൾ അവിടെ വെച്ച് മരിക്കുന്നു. അങ്ങനെ എല്ലാവരെയും കൊന്നതിന് ശേഷം രണ്ടുപേരും സമാധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവിടെയാണ് ഒരു കാര്യം. ഒരാദിവാസി മാത്രം മരിച്ചിരുന്നില്ല. അവൻ എഴുന്നേറ്റ് മാക്സിന്റെ നെഞ്ചിലേക്ക് ഒരു അമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കണ്ട ഫിലിപ്പാണെങ്കിലോ തൻ്റെ കയ്യിലുള്ള ആയുധം ഉപയോഗിച്ച് ആ ആദിവാസിയെയും എറിഞ്ഞു കൊല്ലുന്നുണ്ട്. എന്നിട്ട് ഫിലിപ്പ് ഓടിപ്പോകുന്നത് കാടിനുള്ളിലേക്ക്. അവനറിയാവുന്ന ഇലകളെല്ലാം എടുത്തുകൊണ്ട് വന്ന് മാക്സിന്റെ മുറിവ് ഉണക്കാൻ വേണ്ടി ആ മുറിവിലേക്ക് വെക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞുള്ള 3 ദിവസം. ഈ 3 ദിവസം കഴിഞ്ഞിട്ടും മാക്സിന്റെ ദേഹത്തുള്ള ആ ഒരു മുറിവ് ഒരിക്കലും ഉണങ്ങിയിട്ടില്ല. അത് കൂടുതൽ ഇൻഫെക്റ്റഡ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ മാക്സിനെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ മാക്സ് എന്തായാലും മരണപ്പെടും. മാക്സിനെ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി ഫിലിപ്പിന്റെ ഗ്രാമത്തിലേക്ക് മാക്സിനെ കൊണ്ടുപോകാന്നുള്ളതാണ്. അവിടെ മാത്രമേ ഫിലിപ്പിനെ ചികിത്സിക്കാനുള്ള ആദിവാസി വൈദ്യനുള്ളൂ. അതുകൊണ്ട് മാക്സിനെ മരിക്കാനായിട്ട് അനുവദിക്കാതെ ഫിലിപ്പ് ആ ആദിവാസികൾ വന്ന വെള്ളത്തിലെ മാക്സിനെ കയറ്റി നേരെ അവന്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഗ്രാമത്തിലെത്തിയ ഉടനെ ആദിവാസികളെല്ലാം ഒരു വെള്ള മനുഷ്യരായിട്ടുള്ള മാക്സിനെ കാണുന്നതും ആയുധങ്ങൾ വെച്ചിട്ട് അവനെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. കാരണം വെളുത്ത മനുഷ്യർ ഈ ഗ്രാമത്തിലേക്ക് വന്ന് ഇവരെയും കൊല്ലാറുണ്ട്. അത് കാരണമാണ് മാക്സിനോട് അവർ അങ്ങനെ പെരുമാറുന്നത്. അത് കഴിഞ്ഞ് മാക്സിനെയും ഫിലിപ്പിനെയും അവിടെയുള്ള ജയിലിൽ അവർ പൂട്ടിയിരുന്നു അടിമകളാക്കി മാറ്റി. അങ്ങനെ മാക്സിനെ രക്ഷിക്കാൻ വേണ്ടി അവിടെയുള്ള ഒരു വൈദ്യൻ മരുന്നുകളെല്ലാം കൊണ്ടുവച്ചിട്ട് മാക്സിന്റെ ദേഹത്തുള്ള ആ ഒരു മുറി ഉണക്കുന്നുണ്ട്. അങ്ങനെയാണ് മാക്സിന്റെ ജീവൻ രക്ഷിക്കുന്നത്. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം ഫിലിപ്പ് മാക്സിനോട് പറയുന്നത്. നിന്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ ഈ ദ്വീപിൽ നിന്നും ഒരാൾക്ക് മാത്രമേ പുറത്തേക്ക് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും മരണത്തിന്റെ ഒരു കളി കളിക്കേണ്ടതുണ്ട്. ഈ കാര്യം ഫിലിപ്പ് പറയുന്നതും അതെന്താണെന്ന് മനസ്സിലാവാത്ത മാക്സ് അടുത്ത 2 ദിവസങ്ങൾ കഴിഞ്ഞ് മാക്സിന് ഭേദമാവുന്നതും ഇപ്പോൾ മാക്സിനെയും ഫിലിപ്പിനെയും ഒരു വലിയ തീയുടെ നടുവിലായിട്ട് കൊണ്ട് നിർത്തിയേക്കാണ്. ഇവിടെയാണ് മാക്സിന് മനസ്സിലാവുന്നത് ഇവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യണം.
അതിൽ ജയിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ ദ്വീപ് വിട്ട് പുറത്തേക്ക് പോരായിട്ട് കഴിയത്തുള്ളൂ. ഇത്രയും നാളും അത്രയും സുഹൃത്തുക്കളായിട്ട് ജീവിച്ച രണ്ടുപേര് ഇനി പരസ്പരം ഫൈറ്റ് ചെയ്ത് മരണപ്പെടാൻ പോവാണ്. അത് രണ്ടുപേർക്കും പരസ്പരം കഴിയത്തില്ല എന്നറിയാം. എന്നിരുന്നാലും വേറെ വഴിയില്ല, ഒരാൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയേ മതിയാവൂ. അങ്ങനെ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഒരുപാട് നേരം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ അവസാനം മാക്സ് താഴെ വീഴും. അവന്റെ കയ്യിലുള്ള ആയുധം താഴെ വീഴുന്നതും മാക്സിന് വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ മാക്സ് ഫിലിപ്പിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ഫിലിപ്പിനോട് പറയുന്നുണ്ട്, നീ എന്നെ എത്രയും പെട്ടെന്ന് കൊല്ലണം, എന്നിട്ട് നീ രക്ഷപ്പെട്ടോ, ഇനി വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ ഫിലിപ്പിനെ കൊണ്ട് ഒരിക്കലും അത് കഴിയത്തില്ല. അങ്ങനെ ഫിലിപ്പിനും വേറെ വഴിയില്ലാതെ അത് ചെയ്യാനായിട്ട് തന്റെ കയ്യിലുള്ള അവർ ആയുധം ഉയർത്തുന്നതും പെട്ടെന്ന് ഫിലിപ്പിന്റെ കഴുത്തിലേക്ക് ഒരു ബുള്ളറ്റ് വന്ന് കൊള്ളുന്നു. അങ്ങനെ ഫിലിപ്പ് വെടികൊണ്ട് മരിച്ചു വീഴുന്നത് മാക്സിന്റെ കൈകളിലേക്ക്. ഇത് കണ്ട മാക്സിനെ ഒരിക്കലും അത് സഹിക്കാൻ കഴിയുന്നില്ല. മാക്സ് നല്ലതുപോലെ പൊട്ടി കരയുന്നുണ്ട്. തന്റെ ഏറ്റവും വലിയൊരു സുഹൃത്താണ് ഇപ്പൊ തന്റെ കൺമുന്നിൽ മരിച്ചു വീഴുന്നത്. ഇവിടെയാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിക്കുന്നത്. വെള്ള മനുഷ്യരുണ്ടല്ലോ, കപ്പലിൽ യാത്ര ചെയ്ത് അവർ ഈ ദ്വീപിലേക്ക് വന്ന് വീണ്ടും ഈ ആദിവാസികളെ അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ തെറ്റിദ്ധരിച്ചാണ് മാക്സിനെ ഒരു ആദിവാസി കൊല്ലുന്നു എന്ന് വിചാരിച്ച് ഫിലിപ്പിനെ അവർ ഷൂട്ട് ചെയ്ത് കൊന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് മാക്സിനെ അവർ രക്ഷപ്പെടുത്തി. 15 വർഷങ്ങൾക്ക് ശേഷം മാക്സ് ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ രക്ഷപ്പെട്ട മാക്സ് അവസാനം തന്റെ ഭാര്യയായിട്ട് ഒന്നിക്കുന്നുണ്ട്. എന്നിരുന്നാലും തീയുടെ മുന്നിൽ എപ്പോഴൊക്കെ ഇരിക്കുന്നു അപ്പോഴെല്ലാം തന്റെ ആ ഒരു ഉറ്റ സുഹൃത്തുണ്ടല്ലോ ഫിലിപ്പ്, അവനെ പറ്റിയുള്ള ഓർമ്മകളാണ് മാക്സ് ചിന്തിക്കുന്നത്. അവനെ പറ്റിയുള്ള ഓർമ്മകൾ മാത്രമാണ് മാക്സിന്റെ മനസ്സിൽ വന്നു പോകുന്നത്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മൂവി? പിന്നെ സൗണ്ടിന് ചെറിയൊരു മാറ്റമുണ്ട്. അതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ഷമിച്ചേക്കാം, പനിയായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവീസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.